ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം, വിരൽ ചൂണ്ടുന്നവരെ വിലങ്ങണിയിക്കുന്ന രാഷ്ട്രീയം എന്ന തീപ്പൊരി ഡയലോഗ് പൃഥ്വിരാജ് ഒരു സിനിമയിൽ പറഞ്ഞതാണ് എങ്കിൽ ഇന്നത് വെറുമൊരു സിനിമാ ഡയലോഗല്ല, ഇന്നിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ നേർക്കാഴ്ചയാണ്. അതാണ് നിരന്തരം ചോദ്യം ചോദിച്ച് ഭരണകൂടത്തെ പ്രതിസന്ധിയിലാക്കിയ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പൂട്ടാനുള്ള നീക്കവുമായി കേന്ദ്ര BJP സർക്കാർ മുന്നോട്ടു പോകുന്നതിലൂടെ മനസ്സിലാകുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മൈക്ക് ഓഫ് ചെയ്തും ആക്രോശിച്ചും രാഹുലിനെ നിശബ്ദനാക്കാമെന്ന് കരുതി നടക്കാതെ വന്നപ്പോൾ BJP സർക്കാർ കണ്ട വഴിയാണ് അംഗത്വം റദ്ദാക്കാൻ നോട്ടീസ് നൽകൽ എന്നത്. വെറുതെ ഒരു നോട്ടീസല്ല, അർബൻ നക്സൽ രാജ്യവിരുദ്ധന്റെ അടുപ്പക്കാരൻ സുപ്രീം കോടതിയെ വരെ അധിക്ഷേപിക്കുന്നയാൾ അങ്ങനെ ചാർത്തിക്കൊടുത്ത പട്ടം ഏറെയുണ്ട്. ഇന്ദിരാഗാന്ധി മുതൽ മെഹുവ മൊയ്ത്ര വരെ ഇത്തരത്തിൽ ലോക്സഭാംഗത്വം റദ്ദാക്കപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ട്. 3 വർഷം മുൻപ് രാഹുൽ ഗാന്ധിയെ തന്നെ അയോഗ്യനാക്കിയിരുന്നു. പാർലമെന്റിന്റെ ഇന്നുവരെയുള്ള ചരിത്രത്തിനിടെ ഒന്നിലധികം MP-മാർ ഒന്നിച്ച് സഭയിൽ നിന്ന് പുറത്തായത് 2005-ലായിരുന്നു. അന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ പണം വാങ്ങിയെന്ന കണ്ടെത്തലിൽ 11 MP-മാരെയാണ് ഒന്നിച്ച് ലോക്സഭയിൽ നിന്ന് പുറത്താക്കിയത്. 10 ലോക്സഭാംഗങ്ങളെയും ഒരു രാജ്യസഭാംഗത്തെയും പാർലമെന്റിൽ നിന്ന് ഒന്നിച്ചു പുറത്താക്കി. നരേന്ദ്രകുമാർ കുശ്വാഹ, അന്ന സാഹിബ്, MK പാട്ടീൽ, മനോജ് കുമാർ, YG മഹാജൻ, പ്രദീപ് ഗാന്ധി, സുരേഷ് ചന്ദൽ, രാം സേവക് സിംഗ്, ലാൽ ചന്ദ്രകോൾ, രാജാറാം പാൽ, ചന്ദ്രപ്രതാപ് സിംഗ് എന്നിവരാണ് ലോക്സഭയിൽ നിന്ന് പുറത്തായത്. ചന്ദ്രപാൽ സിംഗ് ലോധയായിരുന്നു പുറത്തായ ഏക രാജ്യസഭാ MP. കഴിഞ്ഞ പാർലമെന്റ് കാലത്താണ് മെഹുവ മൊയ്ത്ര എന്ന തൃണമൂൽ കോൺഗ്രസ് MP-യുടെ ലോക്സഭാംഗത്വം റദ്ദാക്കിയത്. ഇന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ അയോഗ്യനാക്കണമെന്ന് നോട്ടീസ് നൽകിയ അതേ നിഷികാന്ത് ദുബെ തന്നെയായിരുന്നു മെഹുവ മൊയ്ത്രയ്ക്കെതിരെയും നോട്ടീസ് നൽകിയത്. ആരോപിച്ച കുറ്റം ലോക്സഭയിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയെന്ന് വിഷയം സഭയുടെ എത്തിക്സ് കമ്മിറ്റിയുടെ പരിശോധനയ്ക്ക് വിട്ടു. എത്തിക്സ് കമ്മിറ്റി റിപ്പോർട്ട് ഇങ്ങനെ: മെഹുവ സഭയുടെ അന്തസ്സിന് നിരക്കാത്ത പ്രവൃത്തി ചെയ്തിരിക്കുന്നു. അങ്ങനെ ഈ റിപ്പോർട്ടിന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ മെഹുവയുടെ അംഗത്വം റദ്ദാക്കാനുള്ള പ്രമേയം 2023 ഡിസംബർ 11-ന് അന്നത്തെ പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി അവതരിപ്പിച്ചു. സഭ പ്രമേയം അംഗീകരിച്ചതായി സ്പീക്കർ ഓം ബിർള വ്യക്തമാക്കി. മെഹുവയുടെ സഭാംഗത്വം റദ്ദായി. അന്നും സ്പീക്കർ ഓം ബിർളയാണ്. ഇന്ന് രാഹുൽ ഗാന്ധിയുടെ മൈക്ക് സ്ഥിരമായി ഓഫ് ചെയ്ത് അദ്ദേഹത്തെ സംസാരിപ്പിക്കാതിരിക്കുന്ന ഭരണകൂടത്തിന് റാൻ മൂളുന്ന ഓം ബിർള ഇന്ന് പ്രതിപക്ഷത്തിന്റെ പുറത്താക്കൽ പ്രമേയത്തെ നേരിടുന്ന അതേ ആൾ. പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഇന്നത്തെ രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശി, ഇന്ത്യയുടെ ഉരുക്കു വനിത ഇന്ദിരാഗാന്ധിയും ലോക്സഭയിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. 1978-ലാണ് ഇന്ദിര സഭയിൽ നിന്ന് പുറത്തായത്. സഭയുടെ അവകാശം ലംഘിച്ചുവെന്ന പ്രിവിലേജ് കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ പുറത്താക്കൽ. കഥ പറയാം. അടിയന്തരാവസ്ഥ കാലത്ത് സഞ്ജയ് ഗാന്ധിയുടെ മാരുതി ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഇറക്കുമതികളെക്കുറിച്ച് ജ്യോതിർമയി ബസു ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതിന് വിവരങ്ങൾ ശേഖരിച്ച 4 ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയെന്നതായിരുന്നു ഇന്ദിരയ്ക്കെതിരായ ആരോപണം. 1974-ൽ തന്നെ മധു ലിമായെ എന്ന MP ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിച്ചിരുന്നുവെങ്കിലും വ്യക്തമായ ഉത്തരം കിട്ടിയില്ല. 1978-ൽ ജ്യോതിർമയി ബസു ചോദ്യം ആവർത്തിച്ചു. ഉത്തരം നൽകേണ്ടത് വ്യവസായ മന്ത്രി. ഇതിനായി വിവരം ശേഖരിക്കാൻ നിയോഗിക്കപ്പെട്ട 4 ഉദ്യോഗസ്ഥർക്കെതിരെ CBI അന്വേഷണത്തിനടക്കം പ്രധാനമന്ത്രി നിർദ്ദേശിച്ചുവെന്നാണ് ആരോപണം. ആരോപണങ്ങൾ അന്വേഷിച്ച സമർ ഗുഹ അധ്യക്ഷനായ സമിതിക്ക് മുന്നിൽ ഹാജരാകാൻ പോലും ഇന്ദിര തയ്യാറായില്ല. 2 തവണ മാത്രം കമ്മീഷന് മുന്നിൽ ഹാജരായ ഇന്ദിരാഗാന്ധി എഴുതി തയ്യാറാക്കിയ പ്രസ്താവന വായിച്ചതല്ലാതെ സത്യപ്രതിജ്ഞ എടുക്കാനോ നേരിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാനോ തയ്യാറല്ലായിരുന്നു. 4ാം ലോക്സഭയുടെ കാലത്താണ് ചോദ്യങ്ങൾ സംബന്ധിച്ച വിഷയമുണ്ടായതെന്നും അതിൻ്റെ പേരിൽ നടപടിയെടുക്കാൻ 5ാം ലോക്സഭയ്ക്ക് അവകാശമില്ല എന്നുമായിരുന്നു വാദം. ഈ വാദങ്ങളെല്ലാം തള്ളി ശിക്ഷ തീരുമാനിക്കാനുള്ള അധികാരം സഭയ്ക്ക് വിട്ടുകൊണ്ട് സമർ ഗുഹ സമിതി ശുപാർശ നൽകി. 1978 ഡിസംബർ 7-ന് ചർച്ച തുടങ്ങി. പ്രധാനമന്ത്രി മൊറാർജി ദേശായി കൊണ്ടുവന്ന പ്രമേയം സഭ ഡിസംബർ 19-ന് വോട്ടിനിട്ടു. 279 പേർ പ്രമേയത്തെ അനുകൂലിച്ചപ്പോൾ 138 പേർ എതിർത്ത് വോട്ട് ചെയ്തു. 37 പേർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. അങ്ങനെ 1978 ഡിസംബർ 19-ന് ഇന്ദിരാഗാന്ധിയുടെ ലോക്സഭാംഗത്വം റദ്ദായി. സഭയുടെ അപ്പോഴത്തെ സമ്മേളനം അവസാനിക്കുന്ന കാലം വരെ അഥവാ 7 ദിവസം ജയിൽ ശിക്ഷയും. വീണ്ടും ഇന്ദിരയുടെ നേതൃത്വത്തിൽ സർക്കാർ രൂപീകരിച്ചതിന് പിന്നാലെ മുൻപത്തെ പ്രമേയം റദ്ദാക്കിയുള്ള പ്രമേയം 1981 മെയ് 8-ന് ലോക്സഭ പാസാക്കിയതും ചരിത്രം. ഇന്ന് രാഹുൽ ഗാന്ധി ക്രൂശിക്കപ്പെടുന്നത് ചോദ്യങ്ങൾ നേരിട്ടതുകൊണ്ടല്ല, മറിച്ച് സർക്കാരിൻ്റെ സത്യസന്ധത വിരുദ്ധതയ്ക്കെതിരെ, ജനദ്രോഹങ്ങൾക്കെതിരെ ശബ്ദം ഉയർത്തി എന്നതിൻ്റെ പേരിലാണ്. ഇന്ത്യയുടെ രാജ്യസുരക്ഷയെ തന്നെ മോദി സർക്കാർ അപകടത്തിലാക്കിയെന്ന് പറയുന്ന നരവനെയുടെ പുസ്തകത്തെക്കുറിച്ചും ഇന്ത്യയെ അമേരിക്കയ്ക്ക് വിൽക്കുന്ന വ്യാപാര കരാറിനെതിരെയും നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ചതിനാണ് രാഹുൽ ഗാന്ധിയെ ഈ സർക്കാർ അർബൻ നക്സലും രാജ്യവിരുദ്ധനുമൊക്കെ ആക്കുന്നത്. അവകാശലംഘന നോട്ടീസ് നൽകാനാണ് ആദ്യം ആലോചിച്ചത് എങ്കിലും ലോക്സഭാംഗത്വം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രമേയം കൊണ്ടുവരികയായിരുന്നു നിഷികാന്ത് ദുബെ.
വിഷയം സഭ ചർച്ച ചെയ്ത് രാഹുലിനെ സഭയിൽ നിന്ന് പുറത്താക്കണമെന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തണമെന്നുമാണ് ദുബൈ ആവശ്യപ്പെടുന്നത്. പ്രമേയം പരിശോധിച്ച ശേഷം തുടർ നടപടിയെടുക്കേണ്ടത് സ്പീക്കറാണ്. പ്രമേയത്തിലെ ആരോപണത്തിൽ കഴമ്പുണ്ട് എന്ന് തോന്നിയാൽ വിഷയം അവകാശ സമിതിക്ക് വിടാം. സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സഭയാണ് നടപടി തീരുമാനിക്കേണ്ടത്. കഴിഞ്ഞ സഭയുടെ കാലത്ത് 2023 രാഹുൽ ഗാന്ധി ലോക്സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരുന്നു. 2023 മാർച്ചിലായിരുന്നു അത്. എന്നാൽ അതേ വർഷം ഓഗസ്റ്റിൽ അംഗത്വം പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ പരാമർശവുമായി ബന്ധപ്പെട്ട ക്രിമിനൽ മാനനഷ്ട കേസിൽ സൂറത്ത് കോടതിയാണ് അന്ന് രാഹുലിന് 2 വർഷം തടവ് ശിക്ഷ വിധിച്ചത്. സൂറത്ത് കോടതിയുടെ ശിക്ഷ സുപ്രീം കോടതി സ്റ്റേ ചെയ്തതോടെ രാഹുൽ ഗാന്ധിയുടെ അംഗത്വം ലോക്സഭാ സെക്രട്ടേറിയറ്റ് പുനഃസ്ഥാപിക്കുകയും ചെയ്തു. പാർലമെന്റ് അംഗത്വം നഷ്ടപ്പെടുന്നതിന്റെ വക്കിലെത്തിയ മറ്റൊരാൾ രാജ്യസഭാംഗമായിരുന്ന വിജയ് മല്യയാണ്. പ്രമേയം വരുമെന്ന് മനസ്സിലാക്കി അംഗത്വം സ്വയം രാജിവെക്കുകയാണ് അദ്ദേഹം ചെയ്തത്. സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രാജ്യസഭയിൽ നിന്ന് വിജയ് മല്യയെ പുറത്താക്കണമെന്ന് ശുപാർശ ചെയ്യാൻ സഭയുടെ എത്തിക്സ് കമ്മിറ്റി തീരുമാനിച്ചിരുന്നു. 2016 മെയ്യിൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സഭയിൽ വരുന്നതിന്റെ തലേന്നാണ് മല്യ സഭാംഗത്വം രാജിവെച്ചത്. പാർലമെന്റിന് അവമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിച്ചുവെന്നാരോപിച്ച് 1976 നവംബർ 15 രാജ്യസഭയിൽ നിന്ന് സുബ്രഹ്മണ്യം സ്വാമിയെ പുറത്താക്കിയ ചരിത്രവും ഉണ്ടായിട്ടുണ്ട്. ഒരു വ്യവസായ ഗ്രൂപ്പിന് വേണ്ടി പാർലമെന്റിൽ പ്രവർത്തിച്ചുവെന്ന അഴിമതി ആരോപണത്തെ തുടർന്ന് നടപടി നേരിട്ട ആദ്യ MP HG മുദ്ഗലായിരുന്നു. പ്രമേയം വരുന്നതിന് തൊട്ടുമുൻപ് അദ്ദേഹവും രാജിവെച്ചിട്ടുണ്ടായിരുന്നു.